ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 20 ദിവസത്തോളമൊക്കെ ആയിട്ടുണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനും പനിയൊക്കെ ആയിട്ട് വോയിസ് ഒക്കെ പോയിരിക്കുമായിരുന്നു കേട്ടോ. പൊതുവേ ഞാൻ വോയിസ് ഓവർ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വോയിസ് ക്ലിയർ അല്ലെങ്കിൽ കേൾക്കാൻ ഒരു സുഖമില്ല. അപ്പോൾ 2-3 തവണ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഒരുങ്ങിയിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന വേറെ അങ്ങോട്ടും അല്ല, ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് സൗദിയാണ് കേട്ടോ. അപ്പോൾ സൗദിയിൽ ചെന്നിട്ട് നമുക്കൊരു 7 അവേഴ്സോളം ലേ ഓവർ ഉണ്ട്. അങ്ങനെ അജു നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മുന്നായും അലിക്കുട്ടനും കൂടെയാണ് നാട്ടിൽ പോകുന്നത്. വേറെ കാര്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വീട്ടിലെല്ലാവരെയും പോയി ഒന്ന് കാണണം, തിരിച്ചു വരണം. 15 ദിവസമുള്ളൂ. അപ്പം അവനിപ്പം ഹോളിഡേ ആണ് വർക്ക് ചെയ്യുന്നിടത്ത്. അപ്പം 15 ദിവസം അവൻ എന്താണേലും ഓഫ് എടുത്ത് വീട്ടിലിരിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ നാട്ടിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ അവൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാനും ജോയിൻ ചെയ്തതാണ്. അജുവിനിപ്പോൾ ലീവില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരൂടെ പോകുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ നാട്ടിൽ പോക്ക് നമ്മൾ വീട്ടിൽ പറയാതാണ് കേട്ടോ പോകുന്നത്. ഒരു സർപ്രൈസ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എൻ്റെ ഉമ്മച്ചി എടുത്ത് ഞാൻ അറിയാതെ ഒന്ന് ചെറിയൊരു ക്ലൂ കൊടുത്തപ്പോൾ അവർക്ക് സംഭവം മനസ്സിലായി. അങ്ങനെ എൻ്റെ വീട്ടിൽ ഉമ്മായും വാപ്പായും എൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അജുവിൻ്റെ ഉമ്മയും വാപ്പയും ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അവർക്ക് സർപ്രൈസ് കൊടുക്കലാണ് ഈ വീഡിയോയിൽ മെയിൻ കണ്ടൻറ്റ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ദുആക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലുമോനുള്ള വൈപ്സും വെറ്റ് വൈപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് പോലെ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അലുമോൻ നല്ല ബഹളം തുടങ്ങി കേട്ടോ. ബഹളം തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് ഈ കുഞ്ഞുമണി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ, അലിക്കുട്ടനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി. അവൻ്റെ സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും അവൾ ബാക്കിലാണ് ഇരുന്നത് നമ്മുടെ സീറ്റിൻ്റെ. അവൾ അവിടെ നിന്ന് വരും, കുറച്ച് നേരം പുന്നായിരിക്കും, പിന്നെ ചെറുതായിട്ടൊന്ന് ഉപദ്രവിക്കും, അലിമോൻ കരയും, അപ്പോഴത്തേക്കും അവൾ പോവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ലോങ് ജേണിയാണല്ലോ, ഏകദേശം ലണ്ടനിൽ നിന്ന് സൗദിയിലേക്ക് 7 അവേഴ്സോളം എന്തോ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. 6.5 അവേഴ്സ് 7 അവേഴ്സോളം ഉണ്ടായിരുന്നു. അപ്പം അത്രയും ലോങ് ജേണി ആകുമ്പോൾ എന്താണെങ്കിലും പിള്ളേരെല്ലാവരും മടുക്കും. പിന്നെ അവർക്ക് ആകെയുള്ള എൻ്റർടൈൻമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിലൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അലിമോനും അത്യാവശ്യം നല്ല ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിയാദിലാണ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 7:45 ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1 അവർ ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിനാണ് റിയാദിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റിയാദിൽ ലാൻഡ് ചെയ്തു. അവിടെ നമുക്ക് 6 അവേഴ്സോളം ലേ ഓവർ ഉണ്ട്. 6 അവേഴ്സ് അല്ല, 7 അവേഴ്സോളം ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ സമയം സ്പെൻഡ് ചെയ്യും, അത്രയും സമയം എങ്ങനെ പോകുന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ ഞാൻ ഫ്ലൈറ്റിൽ. കുഞ്ഞുണ്ട്, ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം. പിന്നെ കുഞ്ഞിനെയും കൊണ്ടിട്ട് നമുക്ക് അധികം നടപ്പൊക്കെ അത്ര പോസിബിൾ അല്ല. എന്നാലും നമ്മൾ കുറച്ചൊക്കെ എയർപോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അലിക്കുട്ടിനെ ഫ്ലോറിലോട്ട് ഇറക്കി വിട്ട്. പൊതുവേ ഞാൻ അങ്ങനെ പബ്ലിക് ഏരിയാസിൽ ഫ്ലോറിലൊന്നും ഇറക്കി വിടാറില്ല. പിന്നെ അത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ നല്ല ബോഡി പെയിനും നല്ല അസ്വസ്ഥതയൊക്കെ. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അലിക്കുട്ടൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം അവനെ ഫ്ലോറിൽ കളിക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്ത് ഔട്ട്സൈഡ് എന്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ നോക്കിയൊക്കെ കുറേ നേരം നടന്നത്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ടാവും, ഈന്തപ്പനയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് നേരെ പോയി ഫുഡ് കഴിക്കാമെന്ന്. ഈ വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്നുള്ള ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടൊരു വീഡിയോ ആക്കിയതാണ്. അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ, സൗദിയാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി അവിടെ നിന്ന് സൗദിയിൽ നിന്ന് ഏകദേശം ഒരു 5 അവേഴ്സോളം ഉണ്ടായിരുന്നു നാട്ടിലേക്ക്. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വടുതലയിലോട്ടാണ് കേട്ടോ പോകുന്നത്, അജുവിൻ്റെ വീട്ടിലോട്ട്. അജുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അജുവിൻ്റെ വീട്ടിലോട്ട് അവർ ഓൾറെഡി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അജു വിളിച്ച് പറഞ്ഞ് അജുവിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും വരുന്നുണ്ടെന്ന്. അങ്ങനെ ഫ്രണ്ട്സിനെയും ഫാമിലീനെയും വെയിറ്റ് ചെയ്തിട്ടാണ് അജുവിൻ്റെ വാപ്പി പുറത്തിറങ്ങി നിൽക്കുന്നത്. ഉമ്മയും സിറ്റ് ഔട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള സംഭവങ്ങൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള കോൺവെർസേഷനും അതുപോലെ തന്നെ അവരുടെ എക്സൈറ്റ്മെൻറ്റും ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ. അതുകൊണ്ടിട്ട് ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് കാണാം. അയ്യേ കണ്ടില്ലാവോ, സർപ്രൈസ് ആയില്ലേ, മിസ്സായി. ഓടി കയറിക്കോ. പുറകെ തൊട്ട് വണ്ടിയാൽ മതി.
ജസ്റ്റ് ഇവരെന്താണ് കാണിച്ചേക്കണേ? ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഞാൻ കൂട്ടുകാരനെ പങ്കേറി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അജുവിൻ്റെ ഇക്കാക്കാനെയൊക്കെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് അവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക്